ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത എന്റെ ആദ്യക്കുട്ടൻ ഇന്ന് ഏറ്റവും ആസ്വദിച്ച് കഴിച്ച എന്താണെന്നറിയാവോ? ബീട്രൂട്ട് റൈസ്. സാധാരണ കൊടുക്കുന്നതിലും കൂടുതൽ ചോറ് ഞാനിന്ന് എടുത്തായിരുന്നേ, പക്ഷെ അതിന്റെ മുക്കാൽ ഭാഗത്തിൽ കൂടുതലും അവൻ കഴിച്ചു. അപ്പൊ ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാല്, ബീട്രൂട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തുവരപ്പരിപ്പൂടെ ചേർത്ത് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തു. അതിനുശേഷം ഇല്ലയോ ഞാൻ അത് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തേ. വേണമെങ്കിൽ അരയ്ക്കുമ്പോൾ കുറച്ച് തേങ്ങയും കൂടി ചേർക്കാം, പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയും സവാളയും കൂടെ വഴറ്റിയെടുത്തു. അതിലോട്ട് ഞാൻ കുറച്ച് ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടി അല്പം ഉപ്പും കൂടെ ചേർത്തു. അതിനുശേഷം ഇല്ലേ ഞാൻ അരച്ചു വെച്ച ബീട്രൂട്ട് മിക്സ് ഇല്ലേ അതും കൂടെ ചേർത്ത് കുറച്ചു നേരം അടച്ചു വെച്ച് വേവിച്ചേ. പിന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് തൈരും കൂടെ ചേർത്തു. നമ്മുടെ പച്ചടി പോലെ നല്ല ക്രീമി ആയിട്ടൊരു മിക്സ് റെഡി. പിന്നെ ഇത് കുറെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഞാൻ ഇതിന്ന് കുറച്ച് മാറ്റി വെച്ച് അമ്മയ്ക്ക് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു. അപ്പൊ ആദ്യക്കൂട്ടിന് ആവശ്യത്തിന് ഞാൻ എടുത്തിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് ചോറും കൂടെ ചേർത്തു. ഞാൻ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഉടച്ചെന്നെടുത്തു. എന്നിട്ട് ഞാനൊരു പൊരിച്ച മുട്ടയും കൂടെ ചേർത്താണ് മോന് കൊടുത്തത്. സാധാരണ ബീട്രൂട്ട് അവൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല. എന്റെ മോന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന്റെ നിറം മാത്രമല്ല രുചിയും ഒക്കെ അടിപൊളിയായിരുന്നു. ആ തൈരിന്റെ ചെറിയൊരു പുളിപ്പും ബീട്രൂട്ടിന്റെ ടേസ്റ്റും എല്ലാം ഭയങ്കരമായിട്ട് അവന് ഇഷ്ടപ്പെട്ടു. അവനെ നല്ലപോലെ കഴിച്ചു. അത് അവൻ അടങ്ങി ഇരുന്ന് തന്നെ കഴിച്ചു കുറെ. അപ്പം ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഇത് എങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ ഇതുപോലെയുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസിനായിട്ട് എന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചു. അപ്പൊ അത്ര ബൈ.